ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് കിച്ചൺ ടൂറായിട്ടാണ്. നിങ്ങളിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കിച്ചൺ ടൂറ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ ലൈക്കും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ളത് എൻ്റെ ഒരു കിച്ചൺ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോ ഭാഗങ്ങൾ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതാണ് കിച്ചണിലേക്കുള്ള ഒരു എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഹോളിൽ നിന്നുള്ള ഒരു എൻട്രൻസ് ആയത് അതിൻ്റെ അടുത്തുള്ള എൻട്രൻസ് തുടങ്ങുന്നത് തന്നെ ഒരു ഐലൻഡ് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രിഡ്ജാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം ഐലൻഡിൽ എന്താ ഉള്ളതെന്ന് കാണിച്ചു തരാം. ഐലൻഡിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞാൻ സ്പൈസസ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയും ചെയ്യാനുണ്ട്, ഓർഗനൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽസ് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാട്ടോ. ആ ഒരു റൗണ്ട് സ്റ്റിക്കേഴ്സില്ലേ, അതെനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ എനിക്ക് ഒക്കെ എഴുതിയൊക്കെ വെച്ചു. പക്ഷേ എല്ലാതും ഇട്ടുവെച്ചപ്പം എനിക്ക് അതുമ്മ ഒട്ടിച്ചെക്കാൻ തോന്നിയില്ല കേട്ടോ. എനിക്കിങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അത് മതിയെന്ന് തോന്നിയിട്ട് ഞാൻ ആ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടില്ല. അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ ഒട്ടിക്കാന്ന് വെച്ചിട്ട്. അപ്പോൾ അതാട്ടാ ആ സൈഡിൽ കാണുന്നത്. പിന്നെ ഈ എം ടി ആയിട്ടിരിക്കുന്ന ഈ ഒരു കുപ്പികളൊക്കെ ഈ ഒരു സെറ്റിൽ തന്നെ വന്നിട്ടുള്ള കുപ്പികൾ. അപ്പോൾ അതെനിക്ക് ആവശ്യം വന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ എം ടി ആയിട്ട് തന്നെ പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 3-4-5 കുപ്പികൾ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഒരു ഐലൻഡിലെ ഡ്രോയർ ഇങ്ങനെ സ്പൈസസാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു ഡ്രോയറിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു സ്പേസ് ആയത് അതിങ്ങനെ ഒരു ഡോറാട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേതിൽ ഇങ്ങനെ സ്നാക്സൊക്കെ മോളുടെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും ഓർഗനൈസ് ചെയ്താലൊന്നും ഇരിക്കുമെന്നില്ല കേട്ടോ. അത് വലിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ടുള്ള ഒരു ഇതിൽ സ്റ്റാൻഡ് മിക്സറും റൈസ് കുക്കറും ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആ ഒരു സൈഡ്. ഇനി ഇതാ ലെഫ്റ്റ് സൈഡിലുള്ള ഡ്രോയർ കാണിക്കാം. ഇതൊക്കെ നിങ്ങൾ വീഡിയോസിൽ പല പല ഭാഗങ്ങളായിട്ട് മുമ്പെല്ലാം കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഡ്രോയറിൽ വെച്ചിട്ടുള്ളത് സ്പൂണുകളും ഫോർക്ക്, സ്പൂണ്, അങ്ങനെയുള്ള സ്ട്രോകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആട്ടാ ഈ ഒരു ഡ്രോയറിൽ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ട ഈ ഐലൻഡിൻ്റെ തൊട്ട് താഴെ 2 ഡ്രോയേഴ്സും പിന്നെ 2 ഡോറും അങ്ങനെ വന്നിട്ടുള്ളത്. ആ ഒരു സൈഡ് ഞാൻ ഓൾറെഡി കാണിച്ചില്ലേ. ഇനിയിപ്പോൾ ഇതാ അടുത്തതിൽ കുറച്ച് പ്ലേറ്റ്സ് പിന്നെ ടീ ബാഗ് ഹോൾഡറില്ലേ അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ടുള്ള ആ ഒരു ഇതിൽ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ, കാസ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ ഇനാമൽഡ് കാസ്റ്റ് അയൺ മാത്രമാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഈ ബ്ലൂവും റെഡൊക്കെ ഇരിക്കണല്ലേ, അതിൻ്റെ ബാക്കിലേക്കും സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്, അതിൻ്റെ ഉള്ളിലും പാത്രങ്ങൾ തന്നെയാട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കണ പാത്രങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഐലൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കും സ്റ്റൗവും അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലുള്ള ആ ഒരു ഏരിയ എത്തും. അപ്പോൾ അവിടെ ആദ്യത്തേത് ഈ ഒരു ഭാഗമാണ് എന്താ കൗണ്ടർ ടോപ്പ്. ഇങ്ങനെ നീളത്തിലാണ് വരിക കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ളത് ഞാനിങ്ങനെ പൊക്കത്തിൽ വെച്ചിട്ടുള്ളത് എന്താ ടീയും ഷുഗറും ആയിട്ട് വയ്ക്കുന്ന ആ ഒരു കണ്ടെയ്നേഴ്സില്ലേ അതാട്ടാ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ ആ ഒരു ഗ്ലാസ് കാണാനില്ലേ, ഒരു ഹോളിലേക്ക് ഒരു ഗ്ലാസ് സെപ്പറേഷൻ ആയിട്ടാണ് ഉള്ളത്. ഹോളിലേക്ക് നമുക്കതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഓപ്പൺ ആണെന്ന് തോന്നുകയും ചെയ്യും. കിച്ചൺ ഹോളിലേക്ക് പെട്ടെന്ന് ആക്സസ് ഉണ്ട് നോക്കാനായിട്ട്. അതുപോലെ തന്നെ പക്ഷേ എന്നാൽ ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്മെല്ലുകളൊന്നും അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ഇല്ലേ അത് ഹോളിലേക്ക് പോവുകയില്ല കേട്ടോ. അങ്ങനെ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത് ഒരു എൽ ഷേപ്പിൽ. പിന്നെ ഇവിടെ ഒരു കെറ്റിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവേഴ്സ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നൈഫിൻ്റെ ഒരു സെറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എപ്പോഴും ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ എപ്പോഴും ഒരിക്കലൊന്നൊന്നുമില്ല. പിന്നെ ഒരു ടിഷ്യൂ ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ളത് സിങ്കാട്ടാ ഈ ഒരു സൈഡിലുള്ളത്. അത് ഞാൻ ഗ്രാനൈറ്റിൻ്റെ സിങ്കാട്ടാ കൊടുത്തിട്ടുള്ളത്. അതുപോലെ പുൾ ഔട്ട് ടാപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. 2 മോഡിൽ നമുക്ക് വാട്ടറിൻ്റെ ആ ഒരു ഫ്ലോ സെറ്റ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ഉള്ള ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടാപ്പുമ്മ. എന്താ മുമ്പ് എനിക്കുണ്ടായിരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സിങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ അത് ഞാൻ മാറ്റിയിട്ട് ഗ്രാനൈറ്റ് സിങ്ക് ആക്കുമായിരുന്നു. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഡബിൾ സിങ്ക് ഇല്ലേ, അതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. കുറച്ച് സ്പേസും കൂടി എടുക്കും കേട്ടോ അത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഡബിൾ സിങ്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇങ്ങനെ ഒരു സിംഗിൾ തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ പുതിയതായിട്ട് ഇതാണ് വെച്ചിട്ടുള്ളത്, ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ ഈ ഒരു സിങ്ക് ഇട്ട. ഇതെനിക്ക് ധാരാളമാണ്, അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പാത്രമൊക്കെ കഴുകുന്ന ആ ഒരു ലിക്വിഡും ഹാൻഡ് വാഷും വെച്ചിട്ടുണ്ട്. ബ്ലാക്കിലുള്ളത് ഡിഷ് വാഷിംഗ് ലിക്വിഡും പിന്നെ വൈറ്റിലുള്ളത് ഹാൻഡ് വാഷും കേട്ടോ. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ 2 കളറിൽ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ എഴുതി സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണ്ടേ, അതിലും ഭേദം ഇങ്ങനെ ചെയ്തതാട്ടാ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇത് ശരിക്കും നല്ല നീളമുള്ള ഒരു കൗണ്ടർ ടോപ്പാട്ടോ. അത് നമ്മൾ വീഡിയോയിൽ വരുമ്പോൾ അത് കാണാത്തതാണ്. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞ ടീയും ഒക്കെ ഇരിക്കുന്നിടത്തുള്ള ആ ഒരു ഗ്ലാസിൻ്റെ സെപ്പറേഷൻ നിങ്ങൾ കണ്ടില്ലേ, എൽ ഷേപ്പിലുള്ളത്. അപ്പോൾ ഇത് ഒരു കൈൻഡ് ഓഫ് ഓപ്പൺ കിച്ചൺ തന്നെയാണ്, പക്ഷേ ആ ഒരു സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള സ്മെല്ലുകളൊന്നും പുറത്തേക്ക് ഹോളിക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ സിങ്കൊക്കെ ഇരിക്കുന്ന ഇപ്പോൾ കാണിച്ച ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെ കാണിച്ചു തരാം. അവിടെ വാഷിംഗ് മെഷീനും ഡിഷ് വാഷറും എല്ലാം ആ ഒരു സൈഡിലാണ് വരിക കേട്ടോ. അപ്പോൾ ഡിഷ് വാഷർ തുറന്ന് പാത്രങ്ങളെടുത്ത് വെക്കാൻ വേണ്ടി തുറന്ന് വെച്ചതായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ആദ്യത്തെ ഡ്രോയർ കാണിച്ചു തരാം. ഈ ഒരു സൈഡിലുള്ള ആദ്യത്തെ ഡ്രോയറിൽ നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമുള്ള മെഷറിംഗ് കപ്പും സ്പാച്ചുല അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഗാർലിക് പ്രസ്, ടോങ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, മെഷറിംഗ് സ്പൂണൊക്കെ ഇല്ലേ, പീലേഴ്സ്, ഇപ്പോൾ ഡെയിലി എടുക്കണ കാര്യങ്ങളില്ലേ കുക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാ ഈ ഒരു ഫസ്റ്റ് ഡ്രോയറിൽ ആണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിനുള്ളിൽ എന്താ സ്പൂണൊക്കെ സ്പാച്ചിലേക്ക് ഇരിക്കണില്ലേ, അത് ഒരു ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറാട്ടോ. അതിലാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ അത് മുമ്പെപ്പോഴും ഞാൻ ഓർഗനൈസ് ചെയ്യുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാത്തതാട്ടോ. അപ്പോൾ ഇതാ ഒരു ഫസ്റ്റ് ഡ്രോയർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഡ്രോയർ കാണിച്ചു തരാം. അതിൽ വെച്ചിട്ടുള്ളത് പ്ലേറ്റ്സ് ആട്ടാ. പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഡെയിലി കിച്ചണിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കില്ലേ, അങ്ങനെയുള്ള പ്ലേറ്റ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്രോയറാണ് ഇത്. പ്ലേറ്റ്സും ബൗളുകളും അങ്ങനെയുള്ള ഡിഷസൊക്കെ അങ്ങനെയുള്ള പ്ലേറ്റ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്രോയറാണ് അടുത്തതിട്ടാ തൊട്ട് താഴെയായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ അതിനും തൊട്ട് താഴെയായിട്ടുള്ള ഒരു ഡ്രോയർ ഉണ്ട്. അതിനുള്ളിൽ വെച്ചിട്ടുള്ളത് പാത്രങ്ങളാണ്, ഇങ്ങനെ ഉള്ള പാത്രങ്ങൾ. പിന്നെ പുട്ടുണ്ടാക്കണ ഒരു ഇതില്ലേ, നമ്മൾ കുക്കറിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ടാക്കണ അത് അങ്ങനെയുള്ള സാധനം. പിന്നെ ഗ്ലാസിൻ്റെ ഒരു ജഗ്ഗുണ്ട്, ഗ്ലാസിൻ്റെ ഒരു പോട്ട് ജഗ്ഗില്ലേ, ഈ നമ്മൾ സ്റ്റൗമ്മ വെക്കുന്ന അത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയുള്ള സാധനങ്ങളാണ് ഈ ഒരു ഡ്രോയറിനുള്ളിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ആദ്യം റിനോവേഷൻ കഴിഞ്ഞിട്ട് പഴയ ഡിഷ് വാഷറായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയൊരു ഇത് കാരണം അത് മാറ്റേണ്ടി വന്നിട്ടുണ്ടായി. ഈ ഡ്രോയേഴ്സ് എല്ലാം തന്നെ നല്ല വലിപ്പമുള്ളതാട്ടോ. അത് നമ്മൾ വീഡിയോയിൽ അങ്ങനെ എടുത്ത് അറിയാത്തതാണ് അത് അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഡിഷ് വാഷറാണ്. ഡിഷ് വാഷറിൻ്റെ താഴെ ഉള്ള സ്പേസിൽ ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമ്മ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ കിച്ചണിലെ ടവല്, പിന്നെ ഗ്ലൗസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ ഉള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തായിട്ട് സിങ്കിൻ്റെ സ്പേസായിട്ട്, സിങ്കിൻ്റെ താഴെയുള്ള ആ ഒരു സ്പേസാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എക്സ്ട്രാ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സ്പോഞ്ചുകളൊക്കെ ഇല്ലേ, പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന, അത് ഞാനൊരു ബോക്സിലിട്ടിട്ട്, ഇതിൻ്റെ അടുത്ത് എപ്പോഴും ഒരു സ്റ്റോക്ക് ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് എപ്പോഴും വെക്കും കേട്ടോ. തീരുന്നതിന് മുമ്പായിട്ട് അത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിങ്ങനെ ഇരുന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ
എക്സ്ട്രാ എപ്പോഴും എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ചധികം ഞാൻ വാങ്ങിച്ച് വെക്കും. പിന്നെ അടുത്തൊരു ബോക്സിൽ വരുന്നത് ഉപ്പില്ലേ, ഉപ്പാട്ടാ. ഇതെന്താ അറിയോ, ഇത് നമ്മൾ നോൺ വെജൊക്കെ കഴുകില്ലേ, അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയത്തെല്ലാം കഴുകാൻ നേരത്ത് ഞാൻ വിനീഗർ യൂസ് ചെയ്യും, ചിലപ്പോൾ സോൾട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഉപ്പ് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ വെച്ചതാട്ടാ. ഈ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഇതാ ഇങ്ങനെയൊരു നമുക്കിങ്ങനെ പുള്ളി ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. അതുമ്മ നമ്മൾ ഈ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാഗുകളും പിന്നെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് വെച്ചിട്ടുള്ളത് മുകളിൽ. പിന്നെ താഴത്തെ ഇതിൽ വെച്ചിട്ടുള്ളത് ഡെയിലി കിച്ചണിലേക്ക് എടുക്കുന്ന ക്ലീനറും കാര്യങ്ങളും, ഡിഷ് വാഷറിൽ റിൻസൈഡും കാര്യങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഈ താഴെ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല, ഇതിൽ ചേഞ്ചസ് ഒന്നും വരില്ല. കാര്യം ഇത് ദിവസം എടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് സിങ്കിന് താഴെ തന്നെ വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ആ സിങ്കൊക്കെ ഇരിക്കുന്ന ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലുള്ള സ്പേസ് കാണിച്ചു തരാം. അവിടെ ഒരു ഈ ഡിഷൊക്കെ ഡ്രൈ ചെയ്യാൻ വെക്കുന്ന ഒരു റാക്ക് ഉണ്ട്. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് സാലഡ് സ്പിന്നർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഡെയിലി ഞാൻ കിച്ചണിൽ നമ്മളെ വീട്ടിലേക്ക് എടുക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഇല്ലേ, അതൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു ഡിഷ് ഡ്രൈയിങ് റാക്കിൻ്റെ മുകളിലായിട്ട് ഇതാ ഇങ്ങനൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ എക്സ്ട്രാ ഉള്ള കണ്ടെയ്നേഴ്സൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്പേസായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്ത ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ തന്നെ ആ ഒരു സൈഡിൽ തന്നെ ഉള്ളത്. അതിൽ മിക്സിയുടെ എക്സ്ട്രാ ജാറുകൾ, അതുപോലെ തന്നെ ഞാൻ കിച്ചണിൽ എപ്പോഴും എടുക്കാത്ത സാധനങ്ങളൊക്കെ ആ ഒരു വൈറ്റ് ബോക്സിൽ ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആ ഒരു ഇത് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. എപ്പോഴും എടുക്കാത്ത കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളതെല്ലാം ആ ഒരു വൈറ്റ് ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചതാണ്, അതിൽ ആക്കിയിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. ഏറ്റവും പൊക്കത്തിലുള്ള ജാറ് മിക്സിയുടെ എക്സ്ട്രാ ജാറുകളൊക്കെ ഡെയിലി ഒന്നും അങ്ങനെ എടുക്കലൊന്നും ഇല്ല കേട്ടോ. അത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴായിട്ട് ഡെയിലി എടുക്കുന്ന സ്മൂത്തി ഉണ്ടാക്കുന്ന ബ്ലെൻഡറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ഒരു താഴെയുള്ള ചോപ്പർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു താഴെയുള്ള ഒരു സ്പേസിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനും താഴെയായിട്ട് ഓവൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വാഷിംഗ് മെഷീനാണ് കൊടുത്തിട്ടുള്ളത്. മുമ്പ് ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത് വാഷിംഗ് മെഷീൻ്റെ തൊട്ട് മുകളിലായിട്ട് ഡ്രയർ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ സൈസും കുറച്ച് ചെറുതായിരുന്നു കേട്ടോ. മുമ്പ് ഓവൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റൗ ഒക്കെ ഇരിക്കുന്ന ഒരു ഏരിയയില്ലേ, അപ്പോൾ സ്റ്റൗവിൻ്റെ താഴെയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് റിനോവേറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ ആക്കുമായിരുന്നു. എനിക്കിതാട്ടാ കംഫർട്ടബിളായിട്ട് തോന്നിയത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ ഡ്രയർ ഇവിടെ എനിക്ക് എപ്പോഴൊന്നും ആവശ്യമൊന്നും വരാറൊന്നുമില്ല. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു സ്പേസ് എടുക്കണമായിട്ട് തോന്നിയിട്ട് ഞാൻ ഡ്രയർ കിച്ചൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കിച്ചൻ്റെ നിങ്ങളിപ്പോൾ കണ്ട ആ ഒരു ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഐലൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഫ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഗ്യാസൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എപ്പോഴും ഞാൻ പല വട്ടമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇത്. അപ്പോൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഉണ്ടാവും. മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് കിച്ചണിൽ ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങൾ മാറ്റും അങ്ങനെയൊക്കെ ചെയ്യൂട്ടാ. അപ്പോൾ എനിക്കത് ഒരു പുതുമ എപ്പോഴും തോന്നാൻ വേണ്ടിയിട്ട്, ഒരു ചേഞ്ച് തോന്നാൻ വേണ്ടിയിട്ട് ചെയ്യണതാട്ടാ. ആ ഒരു ഫോട്ടോമ്മ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ പ്ലേറ്റ്സ് അല്ലേ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനതവിടെ മാറ്റിയിട്ട് ചെടിയാട്ടാ വെച്ചിട്ടുള്ളത്. ഇനി ചിലപ്പോൾ പിന്നെ മാറ്റിയിട്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും വെക്കൂട്ടാ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനൊക്കെ വളരെ മുമ്പ് ഞാൻ ആ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ ആ ഷെൽഫിനുള്ളിൽ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു മിക്സി ചോപ്പറൊക്കെ ഇല്ലേ, അതൊക്കെ ആയിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കുക്ക് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നിങ്ങൾ ആ ചെടിയൊക്കെ കണ്ടിട്ടുണ്ടായില്ലേ അത്. പിന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫ്രിഡ്ജ് വരിക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആദ്യം 3 ബോട്ടിൽസ് ഓയിൽ ബോട്ടിൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ വെളിച്ചെണ്ണയും ഒലിവ് ഓയിലും പിന്നെ സൺഫ്ലവർ ഓയിലും കേട്ടോ 3 കുപ്പികളിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴെയും ഇതാ ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് തന്നെ ഉള്ളത്. ഇത് ഓരോന്നായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ.
പിന്നെ കൊടുത്തിട്ടുള്ള ഹോബ് 3 ബർണർ വരുന്നതാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് 3 എണ്ണം ആവശ്യമുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ 4 എണ്ണം 5 എണ്ണം അങ്ങനെയൊക്കെയുള്ള അത് വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് വെക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഈ 3 എണ്ണം തന്നെ ധാരാളമായതുകൊണ്ട് ഞാൻ ഈ 3 ബർണർ ഉള്ള സ്റ്റൗ ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹോബ് എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ സപ്പോർട്ടും കൂടിയിട്ട് ഉള്ളതാട്ടോ. കാര്യം ഞാൻ അധികവും കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യലുണ്ട്. അതുകൊണ്ട് കാസ്റ്റ് അയൺ സപ്പോർട്ടും കൂടിയിട്ട് വരുന്ന ഒരു ഹോബാട്ടോ ഇവിടെ കൊടുത്തിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ കിച്ചണിൽ വൈറ്റും കൗണ്ടർ ടോപ്പ് ആയാലും കബോർഡായാലും എല്ലാം വൈറ്റ് കളറാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിപ്പല്ല മുമ്പ് അങ്ങനെ തന്നെയാണ്. ഇത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ മൊത്തത്തിൽ ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ ഇങ്ങനെയുള്ള കളറുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അല്ലാണ്ട് പാത്രങ്ങളൊക്കെ വേറെ കളേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫ്ലവേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും എല്ലാം വെള്ളയോ കറുപ്പോ അങ്ങനെയുള്ള കളേഴ്സൊക്കെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഗ്രേ ഇല്ലേ, ഇതേ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഗ്രേ ആട്ടോ. ഈ എല്ലാത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളതും ഗ്രേ കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എനിക്കിതുപോലത്തെ 2 ചോപ്പറുകളുണ്ട് കേട്ടോ. സ്മോൾ ചോപ്പേഴ്സ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടിക്കണ കല്ലില്ലേ, ചതയ്ക്കണ കല്ലില്ലേ, അത് ഇടികല്ലില്ലേ, അതാട്ടോ താഴെ വെച്ചിട്ടുള്ളത്. പിന്നെ ഡെയിലി യൂസ് ചെയ്യണ പാനുകളെല്ലാം ഞാൻ ഈ ഒരു 2 സ്ഥലത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഗ്രിൽ പാനും അല്ലാത്ത പാനുകളും എല്ലാതും ഈ ഒരു സ്പേസിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ മിഡിലായിട്ടുള്ള ഈ ഒരു ആദ്യത്തെ ഡ്രോയർ ഞാൻ കാണിച്ചു തരാം. ഇതിനുള്ളിൽ ഞാൻ വെച്ചിട്ടുള്ളത് ക്ലിംഗ് റാപ്പും അലുമിനിയം ഫോയിലും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, സ്പൂൺ റെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഡ്രോയറിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായിട്ടുള്ള ഒരു ഡ്രോയറിൽ ഈ ഡ്രോയേഴ്സൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ഡ്രോയേഴ്സാട്ടോ. ഇതിനുള്ളിൽ സോസ് പാനും മിൽക്ക് പാനും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാതും ഈ ഒരു ഡ്രോയറിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു അഗാരോൻ്റെ ഈ ഒരു സോസ് പാൻ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാട്ടോ. ജസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നല്ല പോപ്പുലറായിട്ടുള്ള ഒരു ബ്രാൻഡായത് കാരണം ഞാനൊന്ന് വാങ്ങിച്ച് നോക്കിയതാട്ടോ. എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാങ്ങിച്ച് നോക്കി അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അതിനും താഴെയായിട്ടുള്ള ഒരു ഡ്രോയർ ഉണ്ട്. അവിടെ പാത്രങ്ങളാണ് വെച്ചിട്ടുള്ള ഒരു കുക്കർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മിക്സിംഗ് ബൗളുകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡെയിലി നമ്മൾ ഈ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ബൗൾസൊക്കെ അവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇവിടെ ഇനാമൽഡ് കാസ്റ്റ് അയൺ അല്ലാത്ത സാധാരണ കാസ്റ്റ് അയൺ ഇല്ലേ, അതിൻ്റെ സാധനങ്ങളായിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ മുകളിലിരിക്കുന്ന പാൻ കുറച്ച് റസ്റ്റ് പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ശരിയാക്കാണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ടുള്ള ഇതിൽ വരുന്നത് ഒരു കട്ടിംഗ് ബോർഡ്, 2 കട്ടിംഗ് ബോർഡുകൾ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഈ ഓരോന്നൊക്കെ വെജിറ്റബിൾസും ഫിഷൊക്കെ കഴുകുന്ന ബൗൾസില്ലേ, അതും കൂടി അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി സ്റ്റൗവിൻ്റെയൊക്കെ തൊട്ട് മുകളിൽ ഉള്ളത് ആദ്യത്തെ ഒരു ഇതിൽ വെച്ചിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെന്താ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ടൈപ്പ് മുളക് പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. അതിന് തൊട്ട് മുകളിലായിട്ട് സീഡുകൾ, ചിയ സീഡ് ഇങ്ങനെയുള്ള ഫ്ലാക്സ് സീഡ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സീഡുകൾ വെച്ചിട്ടുണ്ട്. അതിനും തൊട്ട് മുകളിലായിട്ട് ഞാനങ്ങനെ എപ്പോഴും ഒന്നും യൂസ് ചെയ്യാത്ത കുപ്പികളില്ലേ, ബോട്ടിൽസ്, അത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, ഇത് എനിക്ക് ഈ ഒരു ഇതിൽ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാട്ടാ. ഇവിടെ ഞാൻ വളരെ കോമൺ ആയിട്ട് കാണാറുള്ള, നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനെ നമുക്ക് ഈ ഷെൽഫ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടാ. എക്സ്ട്രാ 2 ഹോൾസ് അവർ എല്ലായിടത്തും ഇട്ടുതരും. ആ ഒരു സ്ക്രൂ ഇല്ലേ, ആ ഒരു വുഡിരിക്കുന്ന ആ ഒരു സ്ക്രൂ ഇല്ലേ, ആ സ്ക്രൂ നമുക്ക് നമ്മുടെ ബോട്ടിൽസോ അല്ലെങ്കിൽ പാത്രങ്ങളോ അതിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് എന്താ പറയുക, ഇതിൻ്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു കുപ്പി അല്ലാണ്ട് ഇതിന്ന് നീളമുള്ള കുപ്പി വെക്കണമെങ്കിൽ എനിക്ക് ഈ സ്ക്രൂ ഊരിയിട്ട് താഴേക്ക് വെച്ചാൽ ഷെൽഫ് താഴേക്കാവും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി വലിയ സാധനങ്ങൾ വെക്കാം കേട്ടോ. അങ്ങനെ ഈ ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള എൻ്റെ കിച്ചണിലെ എല്ലാ ഷെൽഫിലും ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ തൊട്ടടുത്തായിട്ടൊരു വലിയൊരു കബോർഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, അത് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ എൻ്റെ എല്ലാ എന്താ പറയുക, ഈ അരിയും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, പരിപ്പ്, പയറ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാതും ഈ ഒരു ഇതിൽ കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു റൊട്ടേറ്റിംഗ് ട്രേ ആണ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഫ്രിഡ്ജിലൊക്കെ ഈ ഒരു സാധനം യൂസ് ചെയ്യലുണ്ട് കേട്ടോ, നല്ല യൂസ്ഫുള്ളാണ്. ഇതുമ്മ നെയ്യില്ലേ, നെയ്യ്, സോസുകൾ, സോയ സോസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ പുളി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, കുപ്പിമ ഇട്ട് വെച്ചിട്ടുള്ള അങ്ങനത്തെ വിനീഗർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊരു കുറച്ച് വലിയൊരു റൊട്ടേറ്റിംഗ് ട്രേ ആട്ടാ. അപ്പോൾ അതിനുള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ എളുപ്പമാട്ടാ, ഇതിങ്ങനെ ടേൺ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. ഇതാ ഇവിടെയും നേരത്തെ ആ ഒരു പറഞ്ഞ മെത്തേഡ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിങ്ങനെ ഇളക്കി മാറ്റിയിട്ട് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടാ. ഇനിയിപ്പോൾ ഇവിടെ വരുന്നത് മിൽക്ക് പൗഡർ, ചോക്ലേറ്റ് പൗഡറൊക്കെ ഇല്ലേ, മിൽക്കിൽ പാലിൽ ചേർത്തിട്ട് കൊടുക്കണ മോൾക്കൊക്കെ അത്, പിന്നെ അതുപോലെ തന്നെ ഈ ഓരോ ഓൾ പർപ്പസ് ഫ്ലവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്, ആട്ടയൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് എംറ്റി ആയിട്ടുള്ള ബോട്ടിൽസ് വൃത്തിയാക്കിയിട്ട് മുകളിൽ വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, ആ പത്രത്തെ അവിടെ ഉള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാം നേരെ ഉള്ളത് ഒരു ചെറിയൊരു ബാൽക്കണിയാണ്. അപ്പോൾ ആ ബാൽക്കണീൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത്, ആ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട്, ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇറങ്ങിയാൽ വലിയൊരു ബാൽക്കണിയാണ്. അത് ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, കാര്യം അവിടെ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ഫ്ലാറ്റിൽ അവരുടെ കിച്ചണാണ് കാണുക. കിച്ചണും അവരുടെ ആ ഹോളിൻ്റെ ഒരു സൈഡാണ് കാണുക, അവിടെ ആൾക്കാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിക്കണില്ല. അപ്പോൾ ഇവിടെ ഒരു ബാൽക്കണി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത്, ആ ഒരു വിൻഡോൻ്റെ പുറത്തേക്കുള്ളത് നമ്മുടെ പ്രോപ്പർട്ടി അല്ല കേട്ടോ, പ്രൈവറ്റ് അല്ല, അത് പബ്ലിക്കാണ്. അത് ഇവർ തന്നെ മാനേജ് ചെയ്യണതാണ്, മാനേജ്മെൻറ്റ് തന്നെ നോക്കണ ഏരിയ കേട്ടോ. അങ്ങനെ പിന്നെ ഇതിൻ്റെ ലെഫ്റ്റിൽ കണ്ടില്ലേ ഒരു റിമോട്ടൊക്കെ ഇരിക്കുന്ന, അതും കിച്ചൻ്റെ ഭാഗം തന്നെയാണ്. അവിടെ ആ സ്റ്റോർ റൂമും പിന്നെ ഒരു എക്സ്ട്രാ വാഷ്റൂമും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിലൊക്കെ ഉള്ളത്. അതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലെങ്ത് കൂടിപ്പോട്ടാ വീഡിയോയ്ക്ക്. അപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്തതിന് ശേഷം ലെങ്ത് അത്രയ്ക്കൊന്നും ഇല്ല വെച്ചാൽ ഞാൻ അതും കൂടി കൊടുക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ ലെഫ്റ്റ് സൈഡും കൂടെ കാണിക്കാമെന്ന് കരുതി. പക്ഷേ ഇനി ഇത് അതും കൂടെ ഉൾപ്പെടുത്തിയാൽ വല്ലാണ്ട് നീണ്ടു പോട്ടാ. അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അവിടെ അങ്ങനെ ഒന്നുമില്ല, ഒരു ഡ്രയർ, പിന്നെ സ്റ്റോർ റൂം, എക്സ്ട്രാ ഒരു വാഷ്റൂം, ലോണ്ട്രി ഏരിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ആ ഒരു സൈഡിലേക്ക് ഉള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ബാൽക്കണിയിൽ 2 വൈറ്റ് ചെയറും ഒരു ടേബിളും ഉണ്ട്. അത് ചില സമയത്ത് ഇവിടെ ഇടലുണ്ട്, ചില സമയത്ത് അത് മടക്കി മാറ്റി വയ്ക്കലുണ്ട്. ഇപ്പം അത് മാറ്റി വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഈ ഒരു ചെറിയ ബാൽക്കണിയിൽ ഞാനൊരു ഓട്ടോമാറ്റിക് ലോണ്ട്രി റാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് റിമോട്ട് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതണു. കിച്ചൺ ടൂർ ചെയ്യാനായിട്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് കഴിയുന്ന പോലെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൻ്റെ ബാക്കിയുള്ള ഭാഗം പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം കാണിക്കാം. മെയിനായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഷെയർ ചെയ്ത് എൻ്റെ കിച്ചണിൽ എന്തെങ്കിലും പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാനോ അങ്ങനെ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയിട്ടാ, ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു, ബൈ.